ഞാനൊരു വീഡിയോ ഇടാൻ പോവാണ്. ഇന്ന് എന്താണെന്ന് അറിയോ? ഇന്ന് ഞങ്ങളുടെ ഉച്ചഭക്ഷണത്തിന്റെ വീഡിയോ ആണ് ഞങ്ങൾ ഇടുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കറി വെക്കാൻ കിട്ടിയിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് മത്തിയാണ്. ഞങ്ങളിവിടെ മത്തി എന്ന് പറയും. നിങ്ങളൊക്കെ എന്താ പറയാന്ന് അറിയില്ല. ചിലര് ചാളാന്നും പറയും. അപ്പൊ ഇതാ നല്ല വലിയ മത്തിയാണ് കേട്ടാ. നല്ല തുടുത്ത വലിയ മത്തിയാണ് കിട്ടിയിരിക്കണേ. അപ്പൊ ഇതിന്ന് മുളക് ഇടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിന്ന് പാത്രം അടുപ്പത്ത് സിമ്മാക്കി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണേ. ഇതിലേക്ക് എന്തൊക്കെ ഇടാൻ പോകുന്നത്? ലേശം ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, വലിയ ഉള്ളി, പച്ചമുളക്. അപ്പൊ ഞാൻ ആദ്യം ഉലുവ ഇട്ടിട്ടാ. ഇനി അതിലേക്ക് ലേശം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചും ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് ഇളക്കി നല്ല മൂത്ത് നല്ലൊരു സ്മെല്ല് വരുമ്പോ കുറച്ച് മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ലേശം വലിയ ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. വലിയ ഉള്ളി ഇട്ട് അത് ചെറുതായി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി, പച്ചമുളകും അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുത്ത് വഴറ്റിയെടുക്കണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി, അതിലേക്ക് 2 സ്പൂണ് ഉപ്പും പാകത്തിന് ഉപ്പും നമ്മൾ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി ഒന്ന് വഴറ്റി തക്കാളി നല്ല വെന്ത് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ലേശം മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇനി 1 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ലേശം പുളി ഒഴിച്ചിട്ട് പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ മീന് വലിയ മീൻ, നല്ല തൊണ്ടക്ക മത്തിയാണ് ഇത്. അപ്പൊ നമുക്കിതൊന്ന് മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തിട്ട് നമുക്ക് പാകമാക്കി എടുത്ത് ഇതിലേക്ക് ഈ മീനും കൂടി മത്തി കൂടി അതിട്ട് നമുക്കിതിൽ നല്ല അടച്ച് വേവിക്കുക.
ഇത് നല്ല അടച്ച് നല്ല അവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തി മുളകിട്ടത്, അതിലേക്ക് ലേശം കരിയേപ്പിൻ്റെ ഇലയും മല്ലിയിലയും ഇട്ട് കൊടുക്കാണ്. എന്നിട്ട് കറി നമുക്ക് ഇവിടെ ഇറക്കി